പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെയല്ല. അവർക്ക് ക്യാമറകളൊക്കെ സുപരിചിതമാണ് എന്ന് തോന്നുന്നു. അവർ വലിയ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, പരസ്പരം യാത്ര പറയുന്നുണ്ട്. അപ്പോഴും ഈ സൂചിപ്പിക്കുന്ന പോലെ പഴയ കാലഘട്ടമല്ല. കുട്ടികൾക്ക് പരസ്പരം കാണാനും കേൾക്കാനും ഒക്കെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സാരംഗ്, കുട്ടികൾ വലിയ ആഘോഷ തിമിർപ്പോടു കൂടിയാണ് അവിടെ ദൃശ്യങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തോടു കൂടി അവർ യാത്ര പറഞ്ഞ് പിരിയുന്നതാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഒരു സങ്കടത്തിന്റെ ഒരു കാഴ്ചയല്ല ഇവിടെ നിന്നുള്ളത്, വളരെ ആഘോഷത്തിനാണ്. കാരണം ഒരു മാസത്തോളം നീണ്ടുനിന്ന പരീക്ഷയുടെ ഒരു സമ്മർദ്ദത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെട്ട ഒരു ആശ്വാസവും ഇനി വരാൻ പോകുന്ന വെക്കേഷൻ അടക്കമുള്ള പല സന്തോഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പണ്ട് യൂണിഫോമിലേക്ക് എഴുതുന്ന പോലെ തന്നെ ഇപ്പോഴും ആ രീതികൾക്കൊന്നും ഒരു മാറ്റവുമില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെയും ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, അതായത് ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിനപ്പുറത്തേക്കുള്ള ആഘോഷങ്ങൾ, നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാകുമെന്ന കാര്യത്തിൽ അറിയില്ല. എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? ആഘോഷമൊക്കെ നടത്തണം. പരീക്ഷ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി മാത്രം ഇത്തിരി പാടുണ്ടായിരുന്നു. ബാക്കി സോഷ്യൽ സയൻസും കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ പ്ലാൻ? എന്താ ഇനി ഓരോ വല്ല കോഴ്സ് എടുത്ത് പഠിക്കണം. റിസൾട്ട് വന്നിട്ട് ബാക്കി. സബ്ജക്ട് ഏതാ നോക്കുന്നത്? ഞാൻ ബയോസയൻസ്. ഇങ്ങനെയാണ് കൂടുതൽ പേരും ബയോസയൻസിലേക്ക് തന്നെയാണ് ഇപ്പോഴും. അതിനൊന്നും യാതൊരുവിധ മാറ്റവും ഇല്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. എളുപ്പമുണ്ടായിരുന്നു. അവസാനത്തെ ദിവസമല്ലേ. മൊത്തത്തിൽ എക്സാം ഉണ്ടായിരുന്നു? മൊത്തത്തില് കെമിസ്ട്രി എസ്എസും പാടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം എളുപ്പമുണ്ടായി. പിന്നെ ടീച്ചർമാര് സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസും എല്ലാവരും ടെൻഷൻ അടുപ്പിക്കാൻ നല്ല രീതിയിൽ കൊണ്ടുപോയി. അതൊരു വലിയ ഒരു എന്താ പറയാ, ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ടീച്ചർമാരുടെ വക. ചില്ലടിക്കും. കൊള്ളൂലായിരുന്നു. കെമിസ്ട്രി ഒക്കെ എന്തിനാന്ന് ആർക്കും അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ കത്തൊക്കെ കൊടുത്ത് ശിവൻകുട്ടി ഓ എസ്എസും കെമിസ്ട്രിയും എന്തെന്ന് പോലും അറിഞ്ഞൂടാ. കിളി പറന്ന് വെളിയിൽ നോയിക്കൊണ്ടിരുന്നു. ടീച്ചറാണ് വിളിച്ചെണീപ്പിച്ചത് പരീക്ഷ ചെയ്തില്ല എന്ന് ചോദിച്ചോണ്ട്. ചെറുതായിട്ട് ടഫായിരുന്നു. അത് പഠിക്കാത്ത പിള്ളേർക്ക് ബോഡി. ബയോസയൻസ് ആണ് നോക്കുന്നത്? സയൻസ്. നമ്മൾ പ്രതികരണം ചോദിച്ച എല്ലാവരും ബയോസയൻസിലേക്ക് തന്നെയാണ്. നല്ലായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു. കെമിസ്ട്രിയും എസ്എസും കുറച്ച് ടഫായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇനിയൊരു പ്ലാൻ അതിന് തീരുമാനിച്ചില്ല. ഇനി ചിന്തിക്കണം. ആഘോഷങ്ങളൊന്നുമില്ലേ? ആഘോഷമുണ്ട്. ഇനി ടൂറൊക്കെ പോകണം. ടൂർ തന്നെയാണോ? അങ്ങനെയല്ല, സ്കൂൾ ടൂർ അല്ല, ഫാമിലി. നോക്കുന്ന ബയോസയൻസ്? അഭിലാഷ്, പ്രതികരണങ്ങൾ തന്നെ വ്യക്തമാണ്. സമ്മിശ്ര പ്രതികരണമാണ്. കാരണം ചില വിഷയങ്ങൾ, സോഷ്യൽ സയൻസും കെമിസ്ട്രി അടക്കമുള്ള വിഷയങ്ങൾ ടഫായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പൊതുവെ പറയുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ ചെറിയ രീതിയിലുള്ള കളറും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളിലേക്കാണ്. മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളായിരിക്കും കൂടുതൽ വിദ്യാർത്ഥികൾ, അതായത് അവർ ഒരുമിച്ച് നിന്നുള്ള കൂടുതൽ ആഘോഷങ്ങൾക്കടക്കം സമയം കണ്ടെത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കുടുംബത്തിനൊപ്പം ചെലവഴിക്കാനും സമയമുണ്ട്. വെക്കേഷൻ കടന്ന് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. തീർച്ചയായും കുട്ടികൾ വലിയ ആഘോഷ തിമിർപ്പോടുകൂടി പുറത്തേക്ക് പോകുന്നു എന്നത് സന്തോഷകരമായ കാഴ്ചയാണ്. കാരണം പരീക്ഷകളുടെ ടെൻഷന് അപ്പുറത്തേക്ക് ജീവിതത്തിൽ ഈ പരീക്ഷകൾ മാത്രമല്ല പ്രധാനപ്പെട്ടത്. ഇത്തരം പരീക്ഷകൾക്കൊക്കെ അപ്പുറത്ത് ജീവിത വിജയത്തിന് മറ്റു പല വഴികൾ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അവിടെ ഇതാ കുട്ടികൾ പണ്ടും സ്കൂൾ ജീവിതം അവസാനിക്കുമ്പോൾ ഇങ്ങനെ തന്നെയുള്ള കാഴ്ചകളാണ്. പക്ഷേ ആ കാഴ്ചയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. സർക്കാർ അതുകൊണ്ട് തന്നെയാണ് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. സർക്കാർ ഇത്തരത്തിൽ ഈ വർണ്ണപ്പൊടികൾ ഒന്നും വാരി വിതറരുത് എന്ന് പറയുമ്പോൾ അത് ഒരു സംഘർഷത്തിലൊന്നും കലാശിക്കരുത് എന്ന് കരുതിയിട്ടാണ്. അത് മറ്റുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് എന്നതുകൊണ്ടാണ്. ദേഹത്തേക്ക് കളർ വെള്ളം ഒഴിക്കുക, അതുപോലെ യൂണിഫോം വലിച്ചു കീറുക, അങ്ങനെയൊന്നും പോകരുത്. അതൊക്കെ ഒരു പക്ഷേ ചെറിയ കുട്ടികൾ ആണ്, 15 വയസ്സൊക്കെ ഉള്ളവരാണ്. അത് ഏറ്റുമുട്ടലിലേക്കൊക്കെ പോകുന്ന ഒരു പക്ഷേ കേരളത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത ചില കാഴ്ചകളൊക്കെ കാണുന്നു. പക്ഷേ അതിലൊക്കെ മനോഹരമായ കാഴ്ചയാണിത്. ഇവരെ സ്നേഹത്തോടു കൂടിയാണ് ആ
ആ വർണ്ണങ്ങൾ വാരി വിതറുന്നത്, അവർ സ്നേഹത്തോടു കൂടി സഹപാഠിക്ക് വസ്ത്രത്തിൽ എഴുതാൻ നിന്നു കൊടുക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. അവർ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പരസ്പരം പിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകേണ്ടതും വളരേണ്ടതും. അതിനപ്പുറത്ത് ഈ പരീക്ഷാ കാലത്തിന് ശേഷം പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ സംഘം ചേർന്ന് മർദ്ദിച്ചു, ഈ പരീക്ഷ കഴിയുന്നത് അവർ കാത്തിരുന്നു എന്നൊക്കെയുള്ള ഒട്ടും നിരക്കാത്ത കാഴ്ചകളാണ്. എങ്കിൽ ഇത് അങ്ങേയറ്റം നയനമനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയാം. ഇനിയും കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ ചില കുട്ടികൾ, അതും ഏറ്റവും സ്വീകാര്യമായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു കുട്ടിയുടെ പ്രതികരണം അല്പസമയം മുമ്പ് കേട്ടത്, ആ പെൺകുട്ടിക്ക് പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങേയറ്റം വിഷമകരമായിരുന്നു ആ പരീക്ഷ എന്ന് ചിരിച്ചുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത്. കണ്ണു തള്ളിപ്പോയി എന്നാണ് പറഞ്ഞത്. പരീക്ഷാ ഹാളിൽ കിളി പറന്ന് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒടുവിൽ ഒരു അധ്യാപിക വന്നാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചത് എന്ന് പറയുന്ന ആ ഒരു മൂഡാണ് യഥാർത്ഥത്തിൽ പരീക്ഷയെ നേരിടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഒരുപക്ഷെ നന്നായി പഠിച്ച കുട്ടികൾക്ക് ഈ പരീക്ഷ വിഷമമായി തോന്നിയിട്ടുണ്ടാകാം, പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇനിയും മറ്റു പരീക്ഷകളെ നമുക്ക് നേരിടാനുള്ള അവസരങ്ങളുണ്ട്. ഇതല്ല അവസാന വാക്ക് എന്ന് തിരിച്ചറിയുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഒപ്പം ഇനി അവധിക്കാലത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർ നവമി നേരത്തെ മറ്റൊരു സ്കൂളിൽ നിന്നായിരുന്നു വാർത്ത നൽകാൻ തയ്യാറെടുത്തത്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വെള്ളത്തിൽ പോയി മരണപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങേയറ്റം ദുഃഖത്തോടു കൂടിയാണ് അവസാന പരീക്ഷ ആ കുട്ടികൾ എഴുതാൻ എത്തിയത് എന്നതുകൂടി നവമി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് നവമി മെസ്സേജായിട്ടാണ് അറിയിച്ചത്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടുള്ളത്. അതായത് കുട്ടികൾ ഇനി അവധിക്കാലത്തിലേക്ക് കടക്കുമ്പോൾ രക്ഷിതാക്കൾ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. ഒപ്പം ഉച്ചവെയിലിൻ്റെ കാഠിന്യം വളരെ കൂടുതലാണ്, 11 മണി മുതൽ 3 മണി വരെ. അപ്പോൾ ഈ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന കുട്ടികളും അങ്ങനെ വെയിലില്ലാത്ത സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളക്കെട്ട് അല്ലെങ്കിൽ പുഴ, കുളം, അത്തരം ജലാശയങ്ങളിലൊന്നും പോയി അപകടത്തിൽപ്പെടരുത്. ഒപ്പം പല കുട്ടികൾക്കും ഈ സമയത്ത് വാഹനങ്ങൾ ഓടിക്കാനുള്ള ഒരു ത്വരയൊക്കെ ഉണ്ടാകും. കുട്ടികളുടെ ലൈസൻസിനുള്ള പ്രായം പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള അപകടങ്ങളിൽ ഒന്നും ചെന്നുപെടരുത്, അനാവശ്യമായ വഴക്കുകൾക്ക് നിൽക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം കൂടി സർക്കാർ സംവിധാനങ്ങൾ രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.